മക്കളെ, ഹസ്തിനപുരത്ത് വെച്ച് പാണ്ഡവരും കൗരവരും കൂടി നടന്ന ഒരു ചൂതുകളി മത്സരത്തിൽ കൗരവപക്ഷത്തെ ശകുനിയുടെ കള്ളച്ചൂതുകളി കാരണം പാണ്ഡവപക്ഷത്തിന് അവരുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെടുകയും അവർ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും എന്ന ശിക്ഷ സ്വീകരിച്ച് അവർ പാഞ്ചാലിക്കൊപ്പം ദ്വൈതവനത്തിൽ താമസിക്കുന്ന കാലത്തെ കഥകളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ മാതാവായ കുന്തിദേവി വൃദ്ധയും ക്ഷീണിതയും ആയിരുന്നതിനാൽ ഹസ്തിനപുരത്ത് തന്നെ വിതുരർക്കൊപ്പം താമസിച്ചു. അങ്ങനെ ഇരിക്കെ പാണ്ഡവർ ദ്വൈതവനത്തിൽ താമസിക്കുന്നുവെന്ന വിവരം ദുര്യോധനൻ അറിഞ്ഞു. അയാൾ അവരെ വീണ്ടും ദ്രോഹിക്കുവാൻ കർണൻ, ശകുനി, ദുശാസനൻ എന്നിവരുമായിട്ട് കൂടിയാലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നു. കുരുവംശക്കാരുടെ ഗോശാല ദ്വൈതവനത്തിലായിരുന്നു. അവിടെയുള്ള പശുക്കളുടെ കണക്കെടുക്കുവാൻ എന്ന ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അത് ധൃതരാഷ്ട്രയുടെ മുന്നിൽ അവതരിപ്പിച്ച് ദ്വൈതവനത്തിലേക്ക് പോകുവാൻ ഇവർ അനുവാദം നേടുന്നു. അടുത്ത ദിവസം ദുര്യോധനൻ തൻ്റെ അനുയായികളോടൊപ്പം ഒരു സർവസജ്ജമായ സൈന്യത്തെയും ധാരാളം സ്ത്രീകളടങ്ങുന്ന ഒരു സംഘത്തെയും കൂട്ടി ദ്വൈതവനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി പശുക്കളുടെ കണക്കെടുപ്പെല്ലാം വേഗം തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം അവരുടെ പദ്ധതികൾ നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പാണ്ഡവർ അവിടെ അടുത്തുള്ള ഒരു തടാകത്തിൻ്റെ കരയിൽ ഒരു പർണശാല ചമച്ച് അവിടെ താമസിക്കുകയും അന്നേ ദിവസം യുധിഷ്ഠിരൻ ഒരു യജ്ഞം നടത്തുകയും ആയിരുന്നു. ആ തടാകക്കരയിൽ തന്നെ ഒരു കേളീഗ്രഹം പണിയുവാൻ ദുര്യോധനൻ അദ്ദേഹത്തിൻ്റെ സേവകന്മാർക്ക് ആജ്ഞ കൊടുത്തു. കേളിമന്ദിരം പണിയുന്നതിനു വേണ്ടി സർവ്വസന്നാഹങ്ങളോടും പുറപ്പെട്ട ജോലിക്കാരെ തടാകക്കരയിൽ വെച്ച് ഗന്ധർവന്മാർ തടഞ്ഞു നിർത്തി. അതിനുള്ള കാരണം ചിത്രസേനൻ എന്ന ഗന്ധർവ രാജാവ് അപ്സര സ്ത്രീകളോടും തൻ്റെ അനുയായികളോടും കൂടി ആ തടാകത്തിൽ ജലക്രീഡ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വരെയുള്ള കഥകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആ തടാകത്തിൻ്റെ പരിസരത്ത് പുറത്തുനിന്ന് ആർക്കും കടക്കാൻ കഴിയാത്തവണ്ണം ഗന്ധർവന്മാർ കൈയടക്കി വച്ചിരുന്നതിനാൽ ഇതൊരു നിരോധിത മേഖലയാണെന്ന് മനസ്സിലാക്കി ദുര്യോധനൻ്റെ സേവകന്മാർ മടങ്ങിപ്പോയി. അവർ ദുര്യോധനനെ വിവരമറിയിച്ചു. എത്രയും വേഗം ഗന്ധർവന്മാരെ ആട്ടിപ്പായിക്കാൻ ആജ്ഞ നൽകിക്കൊണ്ട് ദുര്യോധനൻ ശക്തരായ സൈനികരെ ആ തടാകക്കരയിലേക്ക് അയച്ചു. സൈനികർ ഗന്ധർവ രാജാവിൻ്റെ മുന്നിലെത്തി ഹസ്തിനപുര മഹാരാജാവായ ധൃതരാഷ്ട്രയുടെ പുത്രൻ ദുര്യോധന രാജാവ് ജലക്രീഡയ്ക്കായി എഴുന്നള്ളുന്നതിനാൽ നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അറിയിച്ചു. ചിത്രസേനൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിന് ബുദ്ധിമാന്യം വല്ലതുമുണ്ടോ? അല്ലെങ്കിൽ ദേവവംശജരായ ഗന്ധർവന്മാരോട് ആജ്ഞാപിക്കുവാൻ ഒരുമ്പിടുമോ? അതോ നിങ്ങൾക്ക് തന്നെയാണോ ബുദ്ധി കെട്ടുപോയത്? നിങ്ങൾ തന്നെ വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയേ മതിയാകൂ. സൈനികർ വേഗം തിരിച്ചെത്തി ദുര്യോധനനോട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. ദുര്യോധനൻ കോപം കൊണ്ട് ജ്വലിച്ചു. എത്രയും വേഗം ഗന്ധർവന്മാരെ അവിടെ നിന്നും തുരത്തണം അദ്ദേഹം ആജ്ഞാപിച്ചു. ദുര്യോധനൻ്റെ സഹോദരന്മാർ തന്നെ സൈന്യവുമായി പോകാമെന്ന് തീരുമാനിച്ചു. കൗരവ സൈന്യം അവരെ തടയാൻ ശ്രമിച്ച ഗന്ധർവന്മാരെയെല്ലാം തട്ടി നീക്കിക്കൊണ്ട് വനത്തിൽ പ്രവേശിച്ചു. ഗന്ധർവന്മാർ വിവരം ചിത്രസേനനെ അറിയിച്ചു. രാജാവ് ഉത്തരവിട്ടു, പോകുവിൻ, നിങ്ങൾ വേഗം ചെന്ന് നീചന്മാരായ കൗരവന്മാരെ കൊന്നൊടുക്കുക. ഗന്ധർവ സൈന്യം യുദ്ധസന്നദ്ധരായി തടാകക്കരയിലേക്ക് പോയി. അപ്രതീക്ഷിതമായി ഗന്ധർവ സൈന്യം ആയുധങ്ങളുമായി വരുന്നത് കണ്ട് കൗരവർ ദുര്യോധനെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. അവർ നിന്നില്ല. എങ്കിലും ദുര്യോധനൻ ഉറച്ചു നിന്നു. അയാൾക്കൊപ്പം ദുശാസനൻ, ശകുനി, വികർണൻ തുടങ്ങിയവരും യുദ്ധസന്നദ്ധരായി നിൽക്കുന്നുണ്ടായിരുന്നു. കർണൻ മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകി. ഒരു വലിയ യുദ്ധം തന്നെ ആരംഭിച്ചു. കൗരവപ്പടയുടെ ആ യുദ്ധത്തിന് മുന്നിൽ
ഗന്ധർവന്മാർക്ക് പകച്ചു നിന്നുപോയി. ഇത് കണ്ട് ചിത്രസേനൻ വേഗം മായാസ്ത്രം തൊടുത്തുവിട്ടു. അതിൻ്റെ മായാശക്തിയിൽ ഭ്രമിച്ചു പോയ കൗരവ സൈന്യത്തിലെ ഓരോ പടയാളിയോടും 10 ഗന്ധർവന്മാർ ചേർന്ന് ആക്രമിക്കുന്നുവെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. അടിയേറ്റ് പുളഞ്ഞ കൗരവക്കൂട്ടം പിന്തിരിഞ്ഞോടി. കർണൻ, ശകുനി, ദുര്യോധനൻ തുടങ്ങിയവർക്ക് സാരമായി പരിക്കുപറ്റി. എങ്കിലും അവർ പിന്തിരിഞ്ഞോടിയില്ല. ആയിരക്കണക്കായി പുറത്തു വന്ന ഗന്ധർവ സൈന്യം ഇവരെയും പ്രഹരിക്കുവാൻ തുടങ്ങി. പിന്നീട് ഗന്ധർവ സൈന്യം ഒന്നാകെ കർണന് നേരെ തിരിഞ്ഞു. ആദ്യം അവർ കർണൻ്റെ വില്ല് തകർത്തു. പിന്നീട് രഥം തവിടുപൊടിയാക്കി. അപ്പോൾ വാളും പരിചയം ഏന്തിക്കൊണ്ട് കർണൻ വികർണൻ്റെ രഥത്തിൽ കയറി യുദ്ധം തുടർന്നു. ദുര്യോധനൻ്റെ കൺമുമ്പിൽ കൂടി കൗരവ സൈന്യം രക്ഷപ്പെടുകയാണ്. എന്നിട്ടും അയാൾ ഗന്ധർവന്മാരെ വകവയ്ക്കാതെ യാതൊരു ചാഞ്ചല്യവും കൂടാതെ ചെറുത്തു നിന്നു. ദുര്യോധനനയച്ച അമ്പുകളെ വകവയ്ക്കാതെ ഗന്ധർവന്മാർ അയാളുടെ രഥം തകർത്തപ്പോൾ ദുര്യോധനൻ നിലംപതിച്ചു. ചിത്രസേനൻ വേഗമെത്തി ദുര്യോധനെ തടവിലാക്കി. തേരിൽ ഇരിക്കുകയായിരുന്ന ദുശാസനനെയും ഗന്ധർവ സൈന്യം വളഞ്ഞ് തടവിൽ പിടിച്ചു. കൗരവരുടെ ഒപ്പമുണ്ടായിരുന്ന രാജസ്ത്രീകളെയും ഗന്ധർവന്മാർ തടവിലാക്കി. ഗന്ധർവന്മാരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടോടിയ കൗരവ സൈന്യത്തിലുള്ളവർ കയ്യിലുള്ള ആയുധങ്ങൾ നഷ്ടപ്പെടാതെ പാണ്ഡവരെ അഭയം പ്രാപിച്ചു. ദുര്യോധനനെയും രാജസ്ത്രീകളെയും രക്ഷിക്കണമെന്ന് അവർ കേണ് അപേക്ഷിച്ചു. ഇങ്ങനെ കൗരവരുടെ മന്ത്രിമാർ അപേക്ഷിച്ചപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഞങ്ങളെ ചതിയിൽപ്പെടുത്തി കാട്ടിലേക്ക് തള്ളിവിട്ടു. ഇവിടുത്തെ തണുപ്പും ചൂടുകാറ്റുമേറ്റ് ഞങ്ങൾ വളരെയേറെ ക്ഷീണിതരാണ്. നിങ്ങളിപ്പോൾ സമ്പത്തിൻ്റെ മേൽ വിഹരിക്കുകയാണ്. ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ട് രസിക്കാനല്ലേ നിങ്ങളിവിടെ എത്തിയത്? നിങ്ങളെ സഹായിക്കാവുന്ന ഒരവസ്ഥയിലല്ല ഞങ്ങൾ ചെയ്യണമെന്നാഗ്രഹിച്ചത് ഗന്ധർവന്മാർ ചെയ്തു. നിങ്ങൾ മടങ്ങിപ്പോകുവിൻ, ദുഷ്ടന്മാരാണ് കൗരവർ. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, ഇത് കുത്തുവാക്ക് പറയുവാനുള്ള സമയമല്ല. കൗരവരും നമ്മളും ഒരേ കുടുംബക്കാരാണ്. ഒരേ കുടുംബത്തിലുള്ളവർ തമ്മിൽ വഴക്കോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അതിൽ മറ്റാരും ഇടപെടേണ്ടതില്ല. പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് അവരെ തോൽപ്പിക്കുകയാണ് വേണ്ടത്. ദുര്യോധനൻ ഇപ്പോൾ ഗന്ധർവന്മാരുടെ തടവിലാണ്. മാത്രമല്ല, നമ്മുടെ കുലസ്ത്രീകളെ കൂടി ഗന്ധർവന്മാർ പിടിച്ചു വച്ചിരിക്കുന്നു. അവരെ നമ്മളല്ലേ രക്ഷിക്കേണ്ടത്? അതിനാൽ വേഗം ആയുധമെടുത്ത് അർജുനനും നകുലസഹദേവന്മാരും ഒപ്പം പുറപ്പെടുക. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നത് മനുഷ്യധർമ്മമാണ്. ഭീമ, ഇപ്പോൾ ദുര്യോധനൻ നിന്റെ കൈകൾ കൊണ്ട് രക്ഷപ്പെട്ടാൽ അതൊരു നേട്ടമല്ലേ? അതുകൊണ്ട് അമാന്തിക്കരുത്. ഞാൻ തുടങ്ങിവെച്ച രാജർഷിയജ്ഞം പൂർത്തിയാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് ഗന്ധർവന്മാരെ ശിക്ഷിക്കുമായിരുന്നു. നല്ല വാക്കുകൾ കൊണ്ട് ഗന്ധർവന്മാർ വഴങ്ങുന്നില്ലെങ്കിൽ മാത്രം പരാക്രമത്തിൻ്റെ വഴി സ്വീകരിച്ചാൽ മതി. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാനിതാ സത്യം ചെയ്യുന്നു. എൻ്റെ വാക്ക് ഗന്ധർവരാജാവ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രക്തം പാനം ചെയ്യും, തീർച്ച. ഭീമസേനൻ അപ്പോൾ തന്നെ സഹോദരന്മാരെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു. ഗന്ധർവന്മാർ രഥത്തിലെത്തിയ പാണ്ഡവരെ കണ്ട് വേഗം സൈന്യത്തെ അണിനിരത്തി. അർജുനനാണ് ഗന്ധർവന്മാരോട് സംസാരിച്ചത്. ഗന്ധർവന്മാരെ, നിങ്ങൾ തടവിലാക്കിയിട്ടുള്ള എൻ്റെ സഹോദരൻ ദുര്യോധനനെ എത്രയും വേഗം വിട്ടയക്കണം. ഇത് കേട്ട് ഗന്ധർവന്മാരുടെ നേതാവ് പറഞ്ഞു, ഞങ്ങൾ ഗന്ധർവ രാജാവായിട്ടുള്ള ചിത്രസേനൻ്റെ സൈന്യമാണ്. അദ്ദേഹം ആജ്ഞാപിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയൂ. അപ്പോൾ അർജുനൻ പറഞ്ഞു, മനുഷ്യരോട് യുദ്ധം ചെയ്യുന്നതും മനുഷ്യ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകുന്നതും ഗന്ധർവന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. ഞങ്ങൾ ധർമ്മരാജാവായ യുധിഷ്ഠിരൻ്റെ അനുജന്മാരാണ്. നിങ്ങൾ പിടിച്ചു വച്ചിട്ടുള്ള കൗരവരെയും സ്ത്രീജനങ്ങളെയും വിട്ടയക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് പൊരുതി ജയിക്കാനാണ് ജ്യേഷ്ഠൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അർജുനൻ്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് ഗന്ധർവന്മാർ യുദ്ധം തുടങ്ങി. അർജുനൻ്റെ ശരമേറ്റ് ധാരാളം ഗന്ധർവന്മാർ മരണപ്പെട്ടു. ഭീമൻ്റെ ഗദാഘാതമേറ്റും ഗന്ധർവന്മാർ പരലോകത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. പാണ്ഡവരുടെ ആയുധപ്രയോഗത്തിന് മുന്നിൽ ഭൂമിയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഗന്ധർവന്മാർ തടവിൽ കിടന്ന കൗരവരെയും സ്ത്രീകളെയും കൂട്ടി ആകാശമാർഗത്തിലൂടെ സഞ്ചരിച്ചു. അർജുനൻ്റെ ശരങ്ങൾ അവിടെയും അവരെ പിന്തുടർന്നു. അദ്ദേഹം ശരമാരിയാൽ ഗന്ധർവന്മാരുടെ വഴി തടഞ്ഞു. അർജുനൻ തീർത്ത ശരകൂടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഗന്ധർവന്മാർക്ക്
കഴിഞ്ഞില്ല. അർജുനൻ്റെ ശരശക്തിയെ തടയാനാകാതെ അവർ വിഷമിച്ചു. ഒടുവിൽ ഒരു ഗദയും എടുത്തുകൊണ്ട് ചിത്രസേൻ അർജുനനെ ആക്രമിക്കാനിറങ്ങി. പക്ഷേ അർജുനന് അതും നിസ്സാരമായിരുന്നു. അപ്പോൾ ആ ഗന്ധർവരാജാവ് മന്ത്രവിദ്യ ഉപയോഗിച്ച് അന്തർധാനത്തിൽ നിന്നുകൊണ്ട് അർജുനനോട് യുദ്ധം ചെയ്തു. പക്ഷേ അർജുനൻ ശബ്ദബീജികൾ ലക്ഷ്യം വെച്ച് അമ്പുകൾ അയക്കാൻ തുടങ്ങി. ആ അമ്പുകൾ കൊണ്ട് ഗന്ധർവരാജാവിൻ്റെ ഗദ തകർന്നു വീണു. പെട്ടെന്ന് ആ ഗന്ധർവരാജാവ് മായ ഉപേക്ഷിച്ച് പുറത്തു വന്നിട്ട് അർജുനനോട് പറഞ്ഞു, പാർത്ഥ, ഞാൻ നിങ്ങളുടെ സുഹൃത്തായ ഗന്ധർവരാജാവ് ചിത്രസേനനാണ്. യുദ്ധം നിർത്തൂ. ചിത്രസേനനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് പാണ്ഡവർ കുന്തിദേവിയോടൊപ്പം കാട്ടിലൂടെ ചെല്ലുമ്പോൾ യമുനാ നദിയുടെ കരയിലെത്തി കുളിക്കാനവർ ഇറങ്ങി. അപ്പോൾ ചിത്രസേനൻ അവിടെ അപ്സരസ്സുകളോടൊപ്പം കുളിക്കുകയായിരുന്നു. അയാൾ പാണ്ഡവരെ തടഞ്ഞപ്പോൾ അർജുനൻ എത്തിയതും ഒടുവിൽ ഗന്ധർവൻ പരാജയപ്പെട്ടപ്പോൾ അർജുനനോട് സൗഹൃദം സ്ഥാപിച്ച് പാരിതോഷികമായി 500 കുതിരകളെ വാഗ്ദാനം ചെയ്തതും ഓർമ്മയില്ലേ? ആ ചിത്രസേനൻ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അയാൾ അർജുനനോട് പഴയ കൂട്ടുകെട്ടിനെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. അർജുനൻ ആളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്ന് താൻ അയച്ച ദിവ്യാസ്ത്രങ്ങളെല്ലാം പിൻവലിച്ചു. അവിടെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടായി. പാണ്ഡവർ ഗന്ധർവരാജാവുമായി സൗഹൃദം പങ്കുവച്ചു. രാജാവ് പറഞ്ഞു, അർജുന, താങ്കളുടെ ശരങ്ങളെ ഭയന്ന് ഞാൻ ഓടി ഓടി ഒരു വല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു. അപ്പോൾ അർജുനൻ ചോദിച്ചു, ചിത്രസേന, താങ്കൾ എന്തിനാണ് കൗരവരെയെല്ലാം ഇങ്ങനെ തടവിൽ പിടിച്ചത്? പാർത്ഥ, ദുര്യോധനനും കൂട്ടരും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഇത്. ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ മുന്നിൽ കൂടെ അവരുടെ പ്രൗഢി പ്രദർശിപ്പിച്ച് നിങ്ങളെ അധിക്ഷേപിക്കുവാനും അവരുടെ സ്ത്രീകളെ സർവാഭരണ വിഭൂഷിതകളാക്കി ദ്രൗപദിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അവളുടെ മനസ്സ് തകർക്കാനും വേണ്ടി ദുര്യോധനൻ, ദുശാസനൻ, കർണൻ, ശകുനി എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഇവിടെ നടന്നതെല്ലാം. കൗരവരുടെ ഈ ഘോഷയാത്രയെക്കുറിച്ച് ഇന്ദ്രദേവൻ വളരെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി. കൗരവരെ തടഞ്ഞ് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതാണ്. ഇനി ഞങ്ങൾ ഈ തടവുകാരുമായി ഇന്ദ്രലോകത്തേക്ക് പോകുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ചിത്രസേന, താങ്കൾ എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരണം. ഞങ്ങളുടെ സഹോദരന്മാരാണ് കൗരവർ. അവരെ മോചിപ്പിക്കുകയാണ് യുധിഷ്ഠിര മഹാരാജാവ് ഞങ്ങളോട് നിർദ്ദേശിച്ചത്. അതിനാൽ അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങണം. ചിത്രസേനൻ അത് സമ്മതിച്ചു. അവർ തടവുകാരുമായി യുധിഷ്ഠിരൻ്റെ മുന്നിൽ എത്തി. ചിത്രസേനൻ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ യുധിഷ്ഠിരനെ അറിയിച്ചു. യുധിഷ്ഠിരൻ ഗന്ധർവന്മാരോട് നന്ദി പറഞ്ഞു. അതിനുശേഷം ദുര്യോധനനെയും കൂട്ടരെയും മോചിപ്പിക്കണമെന്ന് ഗന്ധർവന്മാരോട് ആവശ്യപ്പെട്ടു. ആ വാക്കുകളെ ബഹുമാനിച്ച് ചിത്രസേനൻ കൗരവരെ മോചിപ്പിച്ചു. അതിനുശേഷം യുധിഷ്ഠിരൻ്റെ അനുവാദത്തോടെ ഗന്ധർവന്മാരെല്ലാവരും ഇന്ദ്രലോകത്തേക്ക് മടങ്ങിപ്പോയി. ഗന്ധർവന്മാർ മടങ്ങിയ ശേഷം യുദ്ധത്തിൽ മരണപ്പെട്ട ഗന്ധർവന്മാരെയെല്ലാം ഇന്ദ്രദേവൻ അമൃതം തളിച്ച് ജീവിപ്പിച്ചു. അവരും മടങ്ങിപ്പോയ ശേഷം യുധിഷ്ഠിരൻ ദുര്യോധനൻ്റെ അടുത്ത് ചെന്ന് സ്നേഹപൂർവ്വം ആ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അനുജ, മേലിൽ ഇത്തരം അപായങ്ങളിൽ ചെന്ന് ചാടരുത്. ഈ സംഭവത്തെക്കുറിച്ചോർത്ത് നീ വിഷമിക്കരുത്. യുധിഷ്ഠിരൻ ഈ വിധം പറഞ്ഞപ്പോൾ ദുര്യോധനൻ യുധിഷ്ഠിരനെ പ്രണമിച്ചു. അതിനുശേഷം സഹോദരന്മാരെയും കുലസ്ത്രീകളെയും കൂട്ടി കർണൻ, ശകുനി എന്നിവർക്കൊപ്പം ദുര്യോധനൻ ഹസ്തിനപുരത്തേക്ക് മടങ്ങിപ്പോയി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.